മാത്രം ഗ്യാങ്ങിൽ വരുന്ന സംഭവമാണ് ഷമീറിനുള്ളത്. അതുകൊണ്ട് തന്നെ അതെ 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 ഓക്കെ ഇതിന്റെ റിക്രൂട്ട്മെന്റ് ഓക്കെ ഇതിന്റെ ഗ്യാങ് വീക്കിൾ ഏതാ വരാൻ പോകണമെന്ന് അറിയില്ല. ഇതിന്റെ ഗ്യാങ് ഹൗസ് എവിടെ വരാൻ പോകുന്നത് ഞാൻ ഓനെ മാത്രം പറയുന്നുണ്ട്, മനസ്സിലായോ? അഥവാ ഇത് ആരും അങ്ങനെ അറിയുന്നില്ല, മനസ്സിലായോ? അഥവാ ഇതിന്റെ എല്ലാം നോക്കുന്നത് ഞാൻ മാപ്പ് തന്നെയാണ് കംപ്ലീറ്റ്ലി സത്യം പറഞ്ഞാൽ. അപ്പൊ പിന്നെ നമ്മൾ ഇത് നോക്കുന്നില്ല, നമ്മുടെ മെമ്പേഴ്സ് അങ്ങനെ ചെയ്തു സൂപ്പർ ചാറ്റ് ആരും ചെയ്യാം. ഞാൻ സൂപ്പർ ചാറ്റ് കിട്ടാൻ വേണ്ടി എന്റെ സൂപ്പർ ചാറ്റ് നോ ബ്രോ, വാച്ചിങ് കുറഞ്ഞ നേരത്തെ നിനക്ക് എത്ര വാച്ചിങ് ഉണ്ടായിരുന്നത് നീ ഓർക്ക്. അതെ അത് ശരിയാ അല്ല അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ ലീഡർ ആയതിനു ശേഷം വന്നാൽ മാറ്റാവുന്നത് എന്നാ എനിക്ക് തോന്നുന്നത്. അത് ഞാൻ ലീഡർ ആയതിനു ശേഷം വന്ന മാറ്റായിരിക്കും അതായിരിക്കും. എനിക്കറിയില്ല അതെന്താണ് എനിക്കറിയില്ലടാ. അത് ഐ തിങ്ക് എന്റെ മറ്റേതാണ് കുറച്ചുകൂടി എന്താ പറയാ മാസീവ് ഓഡിയൻസിലേക്ക് എത്തുന്ന എന്റെ മറ്റേതാ. മീൻസ് എന്റെ ഏതാ നോർമൽ ലൈവ് കഴിഞ്ഞാൽ പിന്നെ എന്റെ ഏറ്റവും ഇതുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആയിട്ട് കളിക്കുന്നത്. അതായത് ലീഡർ സ്ഥാനത്തിലേക്ക് ഞാൻ വന്നതിൽ കുറെ ആൾക്ക് ഭയങ്കര ഇതുണ്ട്, മനസ്സിലാവും. അപ്പം എന്റെ എന്താ പറയാ ലീഡർ ആർപിക്കിനെ കാട്ടി എന്റെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് കാണാൻ ഇഷ്ടം എന്റെ സാധാ ഞാൻ താരയും കൊണ്ട് പോകുന്നതും എന്റെ സാധാ അതായത് ഈ ഗ്യാങ് വരുന്നത് എപ്പോഴോ ഈ ഗ്യാങ് വരുന്നത് ഞാൻ ഫസ്റ്റ് GTA വന്ന സമയത്ത് ഞാൻ എങ്ങനെ GTA വന്നേന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞുതരാം. ഞാൻ എങ്ങനെ GTA വന്നേന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞാൻ GTA വന്നതെന്ന് പറഞ്ഞാൽ ഞാൻ അറിയപ്പെടാണ്ട് ഇതിലേക്ക് എത്തിപ്പെട്ട ഒരാളാണ്. ഞാൻ GTA വരണം എന്ന് വിചാരിച്ചിട്ടോ GTA നിൽക്കണം എന്ന് വിചാരിച്ചിട്ടോ എത്തിയ ഒരാളല്ല ഞാൻ. ഫസ്റ്റ് ഓഫ് ഓൾ GTA വരാൻ വേണ്ടി നിന്നൊരാളല്ല ഞാൻ. അപ്പൊ ഞാൻ GTA വന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഒരു ദിവസം തൊപ്പി ലൈവ് ഇട്ടു. ഇവന്റെ ഷെയ്ഖിന്റെ വീട് എന്തോ പരിപാടി ഉണ്ടായിരുന്നല്ലോ, ഷെയ്ഖിന്റെ എന്തോ ഹൗസ് ഫാമിങ്ങോ ഇനോഗ്രേഷനോ എന്തോ പരിപാടിക്കായിരുന്നു ഞാന് തൊപ്പി ഈഗിള് കാസ്ട്രോ നമ്മളൊക്കെ ഇങ്ങനെ പോസ്റ്റർ അടിച്ചിട്ട് അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഞാൻ ഇതിലേക്ക് വരുന്നത്, മനസ്സിലായോ? ഈ GTA എന്ന് പറഞ്ഞതിലേക്ക് എനിക്ക് GTA എന്താണെന്ന് അറിയില്ല. ഞാൻ ഇന്നേ വരെ എൻ്റെ ഉമ്മ സത്യമായിട്ട് ഞാൻ ഇന്നേ വരെ അതിനു മുമ്പ് ഒരിക്കൽ പോലും ഞാൻ ഇന്നേ വരെ ഞാൻ GTA എന്ന് പറഞ്ഞ ഗെയിമിൽ ഞാൻ കേറിയിട്ടില്ല, മനസ്സിലായോ? ഞാൻ ഇന്നേ വരെ ഞാൻ GTA ഞാൻ കേറിയിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് കയറുന്നത് ഓൻ്റെ ഫേസ് ക്യാം വെച്ച് ഓൻ്റെ ലൈവില്, അതായത് തുപ്പിന്റെ ലൈവിൽ ഇപ്പോൾ ലൈവ് ഉണ്ടാവും അതിൽ ഞാൻ ചുമ്മാ ഒന്ന് വെറുതെ ഓൻ പറഞ്ഞു നീ കേറ് എന്ന് പറഞ്ഞു ഓൻ നിർബന്ധിച്ചോണ്ട് ഞാൻ കയറിയതാ, മനസ്സിലായോ? എനിക്ക് ഇതില് GTA വരണം എനിക്ക് ഒരു താല്പര്യമുള്ള ഒരാളല്ല. എനിക്ക് നോർമൽ ലൈവ് ചെയ്താൽ അത്യാവശ്യം വ്യൂവർഷിപ്പും അത്യാവശ്യം ഇതും ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ഞാൻ. അത് തന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ട് നിന്നതും, മനസ്സിലായോ? അപ്പോ നോക്കോണല്ല ഇവിടെ ഞാൻ കുറച്ച് സംസാരിക്കും, അത് കേൾക്കാൻ പറ്റുന്ന ആൾക്കാർ കേൾക്കുക, ഇല്ലെങ്കിൽ വിട്ടോ. ഓക്കെ അപ്പൊ ഞാൻ കാര്യം പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് ഞാൻ GTA വരുന്നത്. അപ്പൊ GTA വന്നു. അതിനുശേഷം കുറച്ച് ആൾക്കാർ എന്താ പറയാ ഭയങ്കരമായിട്ട് GTA ഭയങ്കര പൊട്ടൻഷ്യൽ ഉണ്ട്, ഭയങ്കര എന്റർടൈനിങ് സാധനമുണ്ട്, നിങ്ങൾക്ക് GTA ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ പറഞ്ഞിട്ടാണ് എന്താ പറയാ എന്നെ GTA ഇതാക്കിയത്, മനസ്സിലായോ? ഞാൻ GTA വന്നത്. GTA നിങ്ങൾ എന്നെ നിർബന്ധിച്ചു, ഞാൻ GTA കളിക്കാൻ തുടങ്ങി. അത് ഭയങ്കര എന്റർടൈൻമെന്റ് ആയിരുന്നു. ആ ടൈമിൽ ഇതില്ല, അതായത് ഗ്യാങ് ഇല്ല. MRC ഗ്യാങ് എന്ന് പറഞ്ഞൊരു ഗ്യാങ് ഇവിടെ ഫോം ആയിട്ടില്ല, മനസ്സിലായോ? ആ ഗ്യാങ് ഫോം ആകാത്ത സമയത്ത് എനിക്ക് എന്താ പറയാ 10-12K എനിക്ക് ഉണ്ടാകാറുണ്ട്. 10K മുകളിലോട്ടേക്ക് എനിക്ക് ഉണ്ടാകാറുണ്ട് വ്യൂവർഷിപ്പിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതാ, ഉണ്ടാവാറുണ്ട്. ലീഡർ ആയതിനു ശേഷം അത് നേരെ പകുതിയായിട്ട് എനിക്ക് കുറഞ്ഞു, അല്ലേ? കുറഞ്ഞു, അത് സത്യ. അപ്പൊ അപ്പൊ എന്റെ അത് കുറഞ്ഞു. ക്യാമോ എന്താ കുഴപ്പമുണ്ടോ? ഒരു മിനിറ്റ്, ക്യാമോ പറയുന്നേ ഓക്കെ. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് എത്തിയത്, മനസ്സിലായല്ലോ? അത് ഞാൻ പറയാം, ബാക്കി നോക്കട്ടെ. കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് ഇത് ലൈവ് കഴിഞ്ഞിട്ട് വേണ്ടവർക്ക് വന്നിട്ട് കാണാം. കുറച്ച് കാര്യങ്ങൾ സീരിയസ് ആയിട്ട് പറയാനുണ്ട്, അതുകൊണ്ട് മാത്രം പറയാം. ഇതിലിപ്പോ ഇന്നത്തെ സിറ്റുവേഷനിൽ ഷിബുവിനെ ഞാൻ ചീത്ത പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു 3-4 ദിവസത്തിന്റെ ഇടയിൽ സ്വന്തം ഗ്യാങ് മെമ്പേഴ്സിനെ ലൈവിൽ ഇരുന്നാണ്ട്, അത് ഓൺ ലൈവിലേക്ക് പോലും ബാക്കിയുള്ള ലൈവിൽ ഇരുന്നാണ്ട് ഇതേപോലെ മെമ്പേഴ്സിനെ അങ്ങോട്ടും മോശമായിട്ട് സംസാരിക്കുന്ന സംഭവം കണ്ടിട്ടാണ് ഞാൻ ഓനോട് ഇന്നലെ ചീത്ത പറഞ്ഞത്, മനസ്സിലായോ? അല്ലാതെ ആ സംഭവം ഞാൻ മെയിനായിട്ട് ട്രിഗർ ആവാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഇന്നലെ വൈകുന്നേരം 3 മണിക്കാണ് ഞാൻ ഷിബുനോട് പറഞ്ഞത്, ഷിബു നിങ്ങൾ പുറത്താണ് ഞാൻ സാധനം ചെയ്യരുത്, ലൈവിലിട്ടാണ്ട് നമ്മുടെ സ്വന്തം ഗ്യാങ് മെമ്പേഴ്സിനെ അവരാധിക്കാൻ നിൽക്കരുത്, അങ്ങനെ സംസാരിക്കാൻ നിൽക്കരുത്, അവരെ വേറെ സംസാരിക്കുന്നതൊക്കെ ബ്രദേഴ്സാണ്, അപ്പോൾ ആ രീതിയിൽ കണ്ടുപിടിക്കാൻ നമ്മൾ പറഞ്ഞു തരും. പക്ഷെ ഓന്റെ പോയിന്റ് ഓഫ് വ്യൂ ഓനെ മനപ്പോൾ വന്നിട്ട് അടിച്ചിട്ട് പോലെ ഫീൽ ചെയ്തുകൊണ്ട് ഓൻ സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞു. പക്ഷെ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഓൻ അങ്ങനത്തെ ഫീഡ്ബാക്ക് വന്നിട്ടുണ്ടെങ്കിലും ഓനെ വന്നുകൊണ്ട് നമ്മളടുത്ത് ഇന്റർ ബോട്ട് 12 എവിടെ നമ്മൾ പോളിട്ടാണ് പൊട്ടന്മാര്. അപ്പൊ കാണുന്ന ആൾക്കാർ ഇതിലുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. താരന്റെ ആർപ്പിക്കലിന് രാത്രി ഞാൻ താരനെ പ്രപ്പോസ് ചെയ്യുന്ന ആർപ്പിക്ക് രാത്രി 3 മണിക്കടക്കം 7K ആൾക്കാരുണ്ടായതാ. അത് ലൈവ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. പോളടക്കം അതിലിട്ടതാണ് ഞാൻ. ആ ടൈം 3 മണിക്ക് ഞാൻ പോൾ ഇട്ടിട്ടുണ്ട്. അത് വെച്ച് നോക്ക്,
മനസ്സിലായി. അല്ല എനിക്കിത് എനിക്കങ്ങനെ എന്താ പറയാ വ്യൂവർഷിപ്പിന്റെ ഇതൊന്നും എനിക്ക് പറയാൻ താല്പര്യമില്ല. ഞാനിങ്ങനെ പറഞ്ഞത് കൊണ്ട് ഞാൻ പറഞ്ഞതാ. ബാക്കി കാണാം, നോക്കട്ടെ. പാക്കിന്റെ അടുത്ത് ഓപ്പണായിട്ട് കാര്യങ്ങൾ പറയുന്നു. ശരിക്കും ഇങ്ങനെ സംഭവം ഉണ്ട്. ഇപ്പൊ മിഞ്ഞാറ് ഇതേപോലെ അപ്പാപ്പന്റെ കേസിൽ വന്നിട്ട് ഞാനും മാക്കും ഞാൻ പ്രത്യേകിച്ച് നന്നായിട്ട് അപ്പാപ്പ ഞാൻ നല്ല ചീത്ത പറഞ്ഞു. നിങ്ങൾ ഇങ്ങനെ നമ്മുടെ ഗ്യാങ് മെമ്പേഴ്സിൽ ഒരാളെ പുറത്തുനിന്ന് അടിക്കാൻ നിങ്ങൾ കോൾ കൊടുക്കരുത്. നിങ്ങൾക്ക് ഗ്യാങ് പ്രയോറിറ്റി ആയി കളിച്ചാൽ മതി. ആപ്പി മാത്രം കളിച്ചാൽ കണ്ടാൽ പറഞ്ഞ അപ്പാപ്പനെ ഞാൻ ചീത്ത പറഞ്ഞതിന് ശേഷം അപ്പാപ്പൻ സത്യം പറഞ്ഞാൽ അപ്പാപ്പനെ കുറച്ച് ബാഡ് ആയിട്ടുള്ളത് മനസ്സിലായോ. അപ്പൊ ഷിബുവിനെ നമ്മൾ സപ്പോർട്ട് ചെയ്താൽ സംസാരിച്ചിട്ടുള്ളൂ. പക്ഷേ ഈ ലൈവിൽ നിന്നാണ് സ്വന്തം ഗ്യാങ് മെമ്പേഴ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തെറി പറയുന്നത് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനത്തെ പറയുന്നതൊന്നും അത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റൂല. കാരണം ഇത് നല്ല രീതിക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതിന്റെ പേരിൽ ആ ഒരു കാര്യത്തിൽ അങ്ങനെ അറിവുണ്ടാവരുതെന്ന് കരുതിക്കാണ്ട് തന്നെയാണ് സത്യം പറഞ്ഞാൽ ഇന്നലെ ആ ഷിബുവിനെ ചീത്ത പറഞ്ഞത്. പിന്നെ ഈ കാര്യം ഷിബുവിനെ വിളിച്ച് ഇന്നലെ കാര്യം പറഞ്ഞു. ഷിബുവിന് മനസ്സിലായതാണ് ഓൺ ചെയ്ത് തെറ്റാണെന്ന് മനസ്സിലായതോടുകൂടി അത് കഴിഞ്ഞു, മനസ്സിലായോ. അപ്പം ആ ഒരു സാധനത്തിന്റെ ബേസിൽ ഇത്രയും കമന്റ്സ് ഇവിടെ കൊണ്ടുവന്നാണ്ട് ഇന്ത്യ ചാറ്റിൽ ഇട്ടുകൊണ്ട് നമ്മളെ മലപ്പുറം ഇതാക്കേണ്ട ആവശ്യമില്ല. അതാണ് ഫസ്റ്റ് തിങ് പറയാനുള്ളത്, മനസ്സിലായോ. അഥവാ ഷിബുവിന്റെ കേസ് അതാണ്. ഷിബുവിനെ ചൂടാവാൻ റീസൺ ഇത് തന്നെയാണ്. അപ്പോൾ രണ്ടു മൂന്ന് സിറ്റുവേഷനിൽ ഗ്യാങ് മെമ്പേഴ്സിനോട് ഞാൻ ഡൈവിൽ ഇരുന്നാണ്ട് പറയുന്നതിന്റെ പേരിലാണ് ഓരോട് ഫാൽക്കനൊന്നും ഇഷ്യൂ ഇല്ല. ഫാൽക്കനോട് നമ്മൾ ചോദിച്ചു ഫാൽക്കൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഒരു ഇഷ്യൂ ഇല്ലാന്ന് കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഞാൻ കോളിയുടെ ആയിട്ട് അവിടെ വന്നിട്ട് ഇന്ന ഒരു ഹോസ്റ്റലിൽ എടുത്ത് കൊണ്ടുപോകുമ്പോൾ ഞാനത് ആർപി ബേസിൽ കൊടുത്തു, മനസ്സിലായോ. പക്ക ജീവി എന്ന് പറഞ്ഞ സ്പാമിയാണ്. അത് കാര്യം സംസാരിക്കാൻ വരുന്നതിന്റെ ഇടയിൽ ഇമ്മച്ചൂടാവില്ല, തീരെ ഇമ്മച്യൂരിറ്റി കാണിക്കാൻ നിൽക്കില്ല നിങ്ങൾ ചാറ്റ്. നമ്മുടെ ചാറ്റിനെ പറ്റി വേറെ കുറ്റം പറയുന്നതിന് ഇങ്ങനത്തെ റീസൺസ് ആണ്, മനസ്സിലായോ. നിങ്ങൾ കാര്യം പറയുമ്പോൾ ഇതേപോലെ എക്സ്പ്ലനേഷൻ ലൈവ് വരുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം പറയാൻ വരുന്നത് വേറെ ഏതെങ്കിലും സ്ട്രീമേഴ്സിന്റെ ചാറ്റിൽ പോയിട്ട് ഇങ്ങനത്തെ ഇമ്മച്യൂരിറ്റി കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്കട്ടെ ആദ്യം കുറച്ച് കാര്യങ്ങൾ പറയാൻ വരുന്നതിന്റെ ഇടയിൽ ജീവിന്റെ അപ്ഡേറ്റ് ഇല്ല. അതിന് ഇന്ന് വൈകുന്നേരം ഒരു ഷോർട്ട് ഇട്ടാണ് അപ്ഡേറ്റ് തരാം. അതിന്റെ സമയമുണ്ട്, മനസ്സിലായില്ലേ. ചാറ്റ് വരെ ഷോക്കായി കൊണ്ടുവന്നാൽ ഞാൻ എന്താ ചെയ്യാം. അപ്പൊ അത് മെയിൻ തിങ് അതാണ്, മനസ്സിലായി. ഷിബുന്റെ കേസ് ഇതാണ്. പിന്നെ ടി47 പറ്റി ചോദിച്ചത്. ടി47 കേസിൽ വേണ്ടിയിട്ട് ഇന്ന് 4 മണിക്ക് ഇതേമാതിരി മീറ്റിംഗ് നമ്മൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് കിഡുവിനെ ഹോസ്റ്റേജ് എടുത്ത് പോയത്. കിഡുവിനോട് മാക്കിനോട് സംസാരിച്ചപ്പോൾ ഓൾക്ക് ഇഷ്യൂ ഇല്ല. വണ്ടി വന്നിട്ട് നമുക്ക് ഇതേപോലെ സിറ്റുവേഷൻ വരുമ്പോൾ ഇവിടുത്തെ വണ്ടി എന്തായാലും ഞാൻ പറഞ്ഞത് എന്തായാലും 30 ആൾക്കാരെ മിക്കവാറും റിവീൽ ചെയ്യാൻ ചെയ്തത്. ഈ സാധനങ്ങളൊക്കെ റിവീൽ ഒക്കെ ചെയ്യുന്നത് പോലും നമ്മുടെ കയ്യിലെ സത്യം പറഞ്ഞാൽ നിൽക്കുന്നത്, മനസ്സിലായോ. അത് ഞാൻ മലപ്പുറം ഡിലേ ആക്കണതോ അല്ലെങ്കിൽ ആക്കണതോ ഒന്നുമല്ല. അത് നമുക്ക് ഈ വണ്ടി പ്രോപ്പർ ആയിട്ട് ഔട്ട് തരാൻ പറ്റുന്ന സമയം വരുമ്പോഴാണ് തരുന്നത്. അല്ലാതെ നമ്മൾ നീട്ടി വെച്ച് കൊണ്ടുപോകുന്നതല്ല. അപ്പം ടി47 ഈ കേസിൽ ഇതേപോലെ എന്തായാലും നമുക്ക് ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ എന്തായാലും കഴിഞ്ഞോ. 6 ആയിരുന്നു. കൺസ്യൂമർ എടുക്കാൻ പറ്റില്ല. കാരണം കിഡുവിനോട് ചോദിച്ചപ്പോൾ ഓർക്ക് ഇപ്പൊ മാറുന്നില്ല, നമുക്ക് പ്രശ്നമില്ല, നമ്മൾ ഹോസ്പിറ്റലിൽ നമുക്ക് ഇഷ്യൂ ഇല്ലാതെ കഴിഞ്ഞു. പിന്നെ നിങ്ങൾ ചാറ്റ് ഇങ്ങനെ ഓവർ ഹൈപ്പർ ടെൻഷൻ ആയി ഓവർ എക്സ്പെക്ടേഷൻസ് കൊടുത്ത ടൈം ഈ പറയുന്ന പോലെ അതിന് ഇത് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, മനസ്സിലായോ. നിങ്ങൾ ചില്ലായിട്ട് കാണും. രണ്ടാമത്തെ കേസ് ഈ സംഭവം ഞാൻ കാണിച്ചത് ഇതിലുണ്ട്. ഷമീറിന്റെ ഇന്നത്തെ ലൈവിന്റെ കമന്റിന്റെ ഷമീറെ ഷെയ്ക്കിനെ കിക്കാത്ത അവനിപ്പോ വിചാരം അവന്റെ ആണെന്നാണ് MRC ഊമ്പൻ അങ്ങനെ തുടങ്ങിയിട്ട് ഞാൻ ലീഡറിനെക്കാളും വലിയ പവർ യൂസ് ചെയ്യുന്നുണ്ട്, ഞാൻ അങ്ങനെ ആക്കുന്നുണ്ട് ഇങ്ങനെ ആക്കുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഒരുപാട് കമന്റ്സ് ഉണ്ട്. ഇതിൽ ഒരുപാട് കമന്റ്സ് ഉണ്ട്. ഞാൻ ഓരോ എക്സ്പ്ലെയിൻ ചെയ്താൽ അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽ കാണിക്കുന്നില്ല, ജസ്റ്റ് പോയി നോക്കിയതാണ്. ഞാൻ അതിൽ ഓപ്പൺ ആയിട്ട് നിങ്ങൾക്ക് പറയണോ കറന്റ് അത് അങ്ങനെ വരുന്നതിന് റീസൺസ് എന്താണെന്ന് വെച്ചാൽ ഈ ലീഡർ ഷമീർ കറന്റ് സിറ്റിയിൽ വരുമ്പോൾ മാത്രമാണ് ഈ ഗ്യാങ്ങിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് കിട്ടുന്നത്. അല്ലാതെ ഓരോ സമയത്തും ഓനെ കിട്ടുന്നില്ല മെയിൻലി. അപ്പം ഒബ്വിയസ്ലി ഇത് നോക്കി നടത്തുന്നത് കൈകാര്യം ചെയ്യുന്നതൊക്കെ ഞാൻ മാപ്പ് ആയതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒബ്വിയസ്ലി നമ്മളെ മെമ്പേഴ്സിന്റെ ഇടയിൽ തന്നെ ആ സംഭവം നമുക്ക് കിട്ടുന്നുണ്ട്, മനസ്സിലായോ. ഇപ്പൊ എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഷമീർ ഒരു കോൾ പറഞ്ഞാൽ ഷമീർ കോൾ പറയുന്നില്ല, ചിലപ്പോൾ ഞാൻ കോൾ പറയുന്നത് റീസൺസ് ഉണ്ട്. കാരണം ഓനെ എന്താ എല്ലാ ആവശ്യത്തിനും എല്ലാ കാര്യങ്ങളും കേൾക്കാനും ഓരോ കാര്യങ്ങൾ സോൾവ് ചെയ്യാനും ഷമീർ ഉണ്ടാവില്ല, ഞാൻ ഉണ്ടാവുള്ളൂ, അത് ഞാൻ മാപ്പ് ഉണ്ടാവുള്ളൂ, മനസ്സിലായോ. അത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഗ്യാങ്ങിൽ എല്ലാ മെമ്പേഴ്സിനോട് ചോദിച്ചു നോക്കുക. അത് അതിന്റെ ഒരു ബേസ് ഉണ്ട്, മനസ്സിലായി. ഇത് ഞാൻ ലൈവിൽ ഇട്ടുകൊണ്ട് പല പ്രാവശ്യം ഞാൻ പറയണ്ടെന്ന് കരുതി മനഃപൂർവ്വം ഉണ്ടാതിരുന്ന കുറെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടും ഞാൻ എന്റെ ലൈവിൽ ഒരാൾക്കും ഒരു ഹെയ്റ്റും കൊടുക്കാത്ത ഒരാളാണ്. പക്ഷെ ഇന്റൻഷനലി എനിക്ക് ഹെയ്റ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷമീർ തന്നിട്ടുണ്ട്. അത് മാക്കിനും എനിക്കും അറിയാം. ഞാൻ തൊപ്പി കുറിച്ച് പറഞ്ഞ സംഭവമാണ്. അത് ഷമീറിനോട് ഇപ്പൊ ഏറ്റവും കണ്ടീഷൻ വരാം. ഒരാഴ്ച മുമ്പ് ഷമീർ ഞാനും ഏകദേശം 1.5 മണിക്കൂർ ഞാൻ ഷമീർ സംസാരിച്ചുകൊണ്ട് ക്ലാസ്സിലുണ്ടായ പ്രശ്നങ്ങളും എല്ലാം ഞാൻ ഓരോ നല്ല രീതിക്ക് കോംബോ ആപ്പ് ചെയ്തുകൊണ്ട് പോയി ഒരാളാണ് ഞാൻ ഷമീറും. നല്ല രീതിക്ക് അതെ നമ്മൾ നല്ല രീതിയിൽ കോംബോ ആപ്പ് ചെയ്തു പോയതോ കോംബോ ആപ്പ് ചെയ്തുകൊണ്ട് പോയി ഒരാളായിരുന്നു. എനിക്കൊക്കെ എന്താ ഞാൻ ലൈവ് ഈഗോ ഒന്നുമില്ല, നമ്മള് ജയിക്കല്ലേ പോലും അതുകൊണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ അവൻ പോയിട്ടുണ്ട്. ഞാൻ അവർക്ക് എന്റെ സ്വന്തം കയ്യിൽ നിന്ന് മുടക്കിയാണ്ട് ഞാൻ ഒരു കണ്ടക്ടിങ് ഒരു വണ്ടി ആക്കി കൊടുക്കുന്നത്. അല്ലാതെ സ്വന്തം പേഴ്സണൽ പൈസ മുടക്കിയാണ് ഒരുപാട് കണ്ടന്റ് ഞാൻ കൊടുത്തിരുന്നു. മാത്രമല്ല ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് ഞാൻ കണക്ക് പറയാൻ വേണ്ടി വന്നതല്ല. അങ്ങനെയൊക്കെ ചെയ്തിട്ടും എനിക്ക് പലപ്പോഴും കറണ്ട് വേണം. ഇതെന്താന്നടാ എപ്പോ ഇങ്ങനെ കറണ്ട് പോകുന്നത്, എപ്പോ ഇങ്ങനെ ഓരോ കറണ്ട് പോക്കും പുല്ലും. ഞാൻ അത്രയും പെട്ടെന്ന് മറ്റേ ഇത് വേണട്ടെ, CPU ആവട്ടെ. CPU ഓക്കെ സൗണ്ട് ഓക്കെ അല്ലേ സൗണ്ട് ഓക്കെ അല്ലേ ഗൈസ് സൗണ്ട് ഓക്കെ അല്ലേ? സൗണ്ട് ഓക്കെ ആണോ പറഞ്ഞ? സൗണ്ട് ഓക്കെ ആണോ ഗൈസ്? സൗണ്ട് ഓക്കെ ആണോ? ബാക്കി ഓക്കെ കാണാം. സൗണ്ട് ഓക്കെ ആണോ? പറ സൗണ്ട് ഓക്കെ ആണോ? ഓക്കെ സൗണ്ട് ഓക്കെ. ഞാൻ ലൈവ് ഓക്കെ ലെറ്റ്സ് ഗോ നോക്കട്ടെ.
കറമ്പ് കെട്ടണ മരാരേ മരാരേ മരാരേ. ഓനോട് അത് ഓനക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഓന് പോയിട്ടുണ്ട്. ഞാൻ അവർക്ക് എന്റെ സ്വന്തം കയ്യിൽ നിന്ന് മുടക്കിക്കാണ്ട് ഞാൻ ഒരു കണ്ടോക്കിംഗ് പറഞ്ഞ വണ്ടി ആക്കി കൊടുക്കുന്നത്, അല്ലാതെ സ്വന്തം പേഴ്സണൽ പൈസ മുടക്കിയാണ് ഒരുപാട് കണ്ടന്റ് ഞാൻ അവന് കൊടുത്തിരുന്നു. വാട്ടോ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് ഞാൻ കണക്ക് പോയാൻ വേണ്ടി വന്നതല്ല. അങ്ങനെയൊക്കെ ചെയ്തിട്ടും എനിക്ക് മനഃപൂർവ്വം ഹെയ്റ്റ് തന്ന സിറ്റുവേഷൻസ് ഉണ്ട് എന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിന് ശേഷമാണ് എനിക്ക് ആ ബോണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവർ അത് ഏതാ സിറ്റുവേഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? അത് ഏതാ സിറ്റുവേഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവൻ പറയുന്നത് മറ്റേ എന്താ പറയാ മറ്റേ സീനാണെങ്കിൽ, അതായത് എന്നെ കൂട്ടാണ്ട് മീറ്റിങ്ങിന് പോയ സീനാണെങ്കിൽ ഞാൻ മാക്കിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഞാൻ മാക്കിനെയും പറഞ്ഞിട്ടുണ്ട് ഷെയ്ക്കിനെയും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരാളല്ലേ ഞാൻ പറഞ്ഞത് അല്ലേ, ഞാൻ ഷെയ്ക്കിനെയും മാക്കിനെയും കൂട്ടിട്ട് ഞാൻ പറഞ്ഞത്. അതായത് മാക്കിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു എന്ത് എടാ മീറ്റിങ്ങിന് പോകുമ്പോ എന്നോട് പറയണേന്ന് ഞാൻ പറഞ്ഞു, എന്നെ വിളിച്ചില്ല. അപ്പം എന്റെ ചാറ്റിൽ വരുന്നത് എന്താ, ഓൾറെഡി നിങ്ങളെ എന്റെ അവസ്ഥ ഒന്ന് ആലോചിക്കണം. എന്റെ ചാറ്റിൽ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഞാൻ മണ്ടനായ ലീഡർ, എന്നെ ആയിരിക്കും വിലയില്ല, എന്നെ മെമ്പേഴ്സ് റെസ്പെക്ട് ചെയ്യുന്നില്ല, എന്റെ കോ ലീഡേഴ്സ് എന്നെ റെസ്പെക്ട് ചെയ്യുന്നില്ല, നീ വെറും ഡമ്മി ലീഡറാണ്, നിന്നെ കൊണ്ട് ഉപകാരമില്ല, നിന്നെ അവർ വെറുതെ ഡമ്മി ആക്കി വെച്ചത്, നിന്റെ തീരുമാനങ്ങൾ അവർ എടുക്കൂല. ഇങ്ങനെയൊക്കെയാണ് എനിക്ക് ഓൾറെഡി ഉള്ള പ്രഷർ. നിങ്ങൾ എന്റെ പ്രഷർ ഒന്ന് ആലോചിക്കണം. എന്റെ വ്യൂവർഷിപ്പ് വെച്ചിട്ട് ഞാൻ എന്റെ കാര്യം പറയാം. എന്റെ വ്യൂവർഷിപ്പ് വെച്ച് ഞാൻ ഒരു കാര്യം പറയാം. എനിക്ക് ഈ പ്രഷർ ഉണ്ട്, എന്റെ വ്യൂവേഴ്സിന്റെ ഇടക്കായാലും എന്റെ ഓഡിയൻസിന്റെ ഇടക്കായാലും എനിക്ക് ഈ പ്രഷർ ഉണ്ട്, മനസ്സിലായോ? അതായത് നിന്നെ കൊണ്ടൊന്നും പറ്റുന്നില്ല, നിനക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനെ ഒരു പ്രഷറിന്റെ പുറത്താണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ എന്താ പറയാ, അപ്പൊ ഇങ്ങനെ ഞാൻ മാക്കിനോട് ഞാൻ പറഞ്ഞു എന്താ എന്നെയും കൂടി കൂട്ടണം, മീറ്റിങ്ങിന് വരണം, എനിക്ക് എനിക്ക് അറിയില്ലായിരുന്നു എന്താ പറയാ മീറ്റിങ്ങിന് ഞാൻ പോകേണ്ട ആവശ്യം നിർബന്ധമില്ല എന്നുള്ള കാര്യം എനിക്കറിയില്ലല്ലോ. അത് എനിക്കറിയില്ല, അത് എന്റെ മിസ്റ്റേക്ക് ആയിരിക്കാം. ഓക്കെ, അപ്പൊ അതൊന്നും മാക്ക് ആ സമയത്ത് പറയാ ഷമീർ നീ വരണ്ട, വേറെ കാര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഓക്കെ ഞാൻ അവിടെ വിടും. എനിക്കവിടെ വേറെ ഒരു ഇതുമില്ല. ഞാൻ ഇവർ പറയുന്നത് എനിക്കറിയാത്തത് എനിക്കറിയാം, എനിക്കറിവില്ലായ്മ ഉണ്ട്, എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയില്ല, എനിക്ക് അത്ര വലിയ ഇതുള്ള ആളല്ല ഞാൻ, എനിക്ക് നല്ല ബോധ്യമുണ്ട്, മനസ്സിലായോ? അതുകൊണ്ട് ഞാൻ ഇവർ പറയുന്നത് ഞാൻ അനുസരിക്കാറുണ്ട്, മനസ്സിലായോ? ഇവർ പറയുന്നത് ഞാൻ അനുസരിക്കാറുണ്ട്. അതെന്നോട് മാക്ക് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, അതായത് ഷമീർ നീ വരണ്ട അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരൂലായിരുന്നു, മനസ്സിലായോ? അല്ലെങ്കിൽ എന്താ ആയിരിക്കും ഷെയ്ക്കിനോ മാക്കിനോ എന്നെ കോൾ ചെയ്യാം, പുറത്ത് കോൾ ചെയ്യാലോ, എന്നെ ഇന്നേവരെ ആരും വിളിച്ചിട്ടില്ല, കോൾ ചെയ്തിട്ട് പറയാലോ ഷമീറ ഇങ്ങനെ ലൗഡ് സ്പീക്കർ ഇടല്ല, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇതാണ് കാര്യം, എന്നോട് പറയാലോ. അല്ല അത് പറഞ്ഞിട്ടില്ല. അപ്പൊ അതിന്റെ പേരിലാണ് ഏറ്റുന്നുണ്ടെങ്കിൽ ഞാൻ രണ്ടാളെയും ഞാൻ പറഞ്ഞതാ, ഞാൻ എന്ത് ഊമ്പാനാണോ ലീഡറായിട്ട് നിൽക്കുന്നത്. കാരണം എന്റെ ചാറ്റിൽ അത് തന്നെയാണ് എന്നോട് ചോദിക്കുന്നത്, നീ എന്ത് ഊമ്പാനാണോ ലീഡറായിട്ട് നിൽക്കുന്നത്. അപ്പം എടാ എനിക്ക് പ്രഷർ ഇല്ലടാ, ചെയ്യാൻ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ അവരത് കിട്ടാത്തത് എന്നുള്ളത് ഞാൻ ഓനോട് പറഞ്ഞപ്പോൾ ഓൻ തന്നെ സമ്മതിച്ച സംഭവം. എനിക്ക് ഇങ്ങനെ കണക്ക് പറയുന്നത് എന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതൊന്നും എനിക്ക് ഇഷ്ടമല്ല. കാരണം എനിക്കത് വേണ്ട, എനിക്ക് അങ്ങനെ അത് വേണ്ട, എനിക്ക് പറഞ്ഞത് പറ്റിപ്പോയിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പൊ ലാസ്റ്റ് റീസെന്റ് ഇത് പറഞ്ഞതിന് ശേഷം എന്നോട് പറഞ്ഞാൽ ഞാൻ ലീഡർ സ്ഥാനത്ത് നടക്കുകയാണ്, നീ ലീഡർ ആയിക്കോട്ട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് ലീഡർ ആവാൻ താല്പര്യമില്ല, ഞാൻ ഒരിക്കലും ലീഡർ ഞാൻ വിളിച്ച് ഞാൻ സങ്കടപ്പെട്ട് ഞാൻ കരയേണ്ട രീതിയിൽ ഞാൻ വിളിച്ചിട്ട് ഞാൻ ഷെയ്ക്കിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വിളിച്ചിട്ട്, ഷെയ്ക്ക് എടാ എന്നെ കൊണ്ട് ഇത് പറ്റുമെന്ന് തോന്നില്ലടാ, എനിക്കിത് നടക്കുമെന്ന് തോന്നില്ല, കാരണം എനിക്ക് ഇതിനുള്ള കഴിവുണ്ട് എനിക്ക് തോന്നുന്നില്ല, ഞാൻ ഇതിൽ ഇറങ്ങാം, വേറെ ആരെങ്കിലും ഇത് ഏറ്റെടുക്ക്, എനിക്ക് ഈ പ്രഷർ താകാൻ വേണ്ടി പറ്റുന്നില്ല, എന്താ പറയാ എനിക്കിത് പറ്റൂല, നിങ്ങൾ ആരെങ്കിലും റാമ്പോ നീയോ മാക്കോ ആരെങ്കിലും ആയിട്ട് നിങ്ങൾ എടുക്കുമെന്ന് ഞാൻ പറഞ്ഞു, മനസ്സിലായോ?